ഹായ്, ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ടർക്കിഷ് ഡിഷാണ്. അതിൻ്റെ പേരാണ് ചിക്കൻ അലി നാസിക് കബാബ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ എവിടുന്ന ഫസ്റ്റ് കഴിച്ചതെന്ന് വെച്ചാൽ ജൂലൈ 4 എൻ്റെ ബർത്ത്ഡേക്ക് ഡിന്നറിന് പോയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു ബൊഫേക്ക് ബുക്ക് ചെയ്തു. പക്ഷേ പിന്നെ അന്ന് ഈ മുറിവ് ഇങ്ങനെ നേസൽ ബോൺ ഫ്രാക്ചറൊക്കെ ഉള്ളത് കാരണം ഭയങ്കര പെയിനൊക്കെ ആയപ്പോൾ നമ്മൾ ബൊഫേ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പോയത് പനമ്പള്ളിയിലുള്ള ജാത്തറിലാണ്. അപ്പോൾ ജാത്തറിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഡിഷ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതൊരു കേർഡും ചിക്കനും ഉള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ചെയ്യാം, എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ബ്രിഞ്ചോളാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വര ഇട്ടിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ഇതിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൽ വേറെ ഒന്നും ഇടണ്ട, നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇത് സക്സസ് ആവുമോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്തത്, പ്രത്യേകിച്ച് ഇങ്ങനെ ടർക്കിഷ് ഡിഷൊക്കെ. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അന്ന് കഴിച്ചപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. നന്നായിട്ട് വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് നന്നായിട്ട് വരുവാണെങ്കിൽ ഇത് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ കേർഡും പിന്നെ ഈ ബ്രിഞ്ചോളും ചിക്കനും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഓയിൽസ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നു. അപ്പം ഇത് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. ബ്രിഞ്ചോൾ ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്ത്, ശരിക്കും വൈറ്റ് ഒണിയനാണ് വേണ്ടത്, വൈറ്റ് എൻ്റെ ഇല്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ കുറച്ച് ഗാർലിക്കും. സവാള ശരിക്കും കുഞ്ഞു കുഞ്ഞാക്കി അരിയണമായിരുന്നു. പക്ഷേ സവാള കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് എരിഞ്ഞ്. അപ്പോൾ കണ്ണിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നത് കൊണ്ട് ഞാൻ നിർത്തി. ഞാൻ പിന്നെ കുറച്ച് വലുതാക്കി തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അത് കുഴപ്പമൊന്നുമില്ല, ഞാനല്ലേ കഴിക്കുന്നത്. അത് ശരിയാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാം. ഇനി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കേർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേർഡിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഉപ്പ് ഞാൻ ഇട്ട്, ഇത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അപ്പോൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടാം. ഇത്ര മതിയായിരിക്കും, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി ഇടാം. പിന്നെ കുറച്ച് ഗാർലിക് ഇടാം. ഗാർലിക് ഞാനൊരു 4-5 എടുത്ത് അത് മൊത്തം ഞാൻ ഇട്ട് മൊത്തം ഇടാം. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ച് ഒലിവ് ഓയിൽ, പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. പെപ്പർ പൗഡർ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പാളിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇത് ഇളക്കിയിട്ട് ഇതിങ്ങനെയായി. ഞാൻ ആ കട്ടിയുള്ളത് അത്ര മാറ്റിയിട്ടൊന്നുമില്ല, ആ തിക്നെസ്സിൽ തന്നെ എടുത്തേക്കുന്നത്. ഇങ്ങനെയായി. ഇനി നമുക്ക് ബ്രിഞ്ചോൾ എന്തായാലും നോക്കാം. ബ്രിഞ്ചോൾ ഞാൻ എടുത്ത്, നല്ല ചൂടുണ്ട്. ബ്രിഞ്ചോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ബ്രിഞ്ചോളിൻ്റെ തൊലി മാറ്റിയിട്ട് ഇനി നമുക്ക് ഫ്ലഷ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ കട്ടിംഗ് ബോർഡിലുണ്ടായിരുന്ന ഉള്ളിയെല്ലാം ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓരോ ബ്രിഞ്ചോൾ കട്ടിംഗ് ബോർഡിൽ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സ്കിന്ന് കളയാം. ഇച്ചിരി ചെരിഞ്ഞു പോയോ എന്നൊരു സംശയം. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിക്കാം. ഒരു ബ്രിഞ്ചാൾ എടുക്കുക. എന്നിട്ട് എനിക്ക് നേരത്തെ ഉള്ളി അരിഞ്ഞതിൻ്റെ എരിവ് ഇപ്പോഴും കണ്ണി വരുന്നു. അത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ബ്രിഞ്ചോളിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് അകത്തെ ഫ്ലഷിന് നമുക്ക് എടുക്കണം. എനിക്ക് ബ്രിഞ്ചോൾ നേരത്തെ ഇഷ്ടമാണ്. പണ്ട് വീട്ടിലായിരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ബ്രിഞ്ചോളിൽ തൈര് ഒഴിച്ചിട്ട് ഉണ്ടാക്കും ഒരു കറി, ഒരു ഉപ്പേരി പോലെ. അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ എന്നിട്ട് ഞാൻ മുംബൈയിലാവുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇങ്ങനെ ബ്രിഞ്ചോളിനെ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ എടുക്കണം. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ഫോൺ എങ്ങനെ പിടിക്കണം, എവിടെ വെക്കണം
അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ്. ഇനി എല്ലാ ബ്രിഞ്ചോളും അങ്ങനെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി ഈസി. ഇപ്പോൾ ബ്രിഞ്ചോളെല്ലാം ഞാനിങ്ങനെ സ്കിൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരിയണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഇങ്ങനെ സോഫ്റ്റ് ആക്കിയത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രിഞ്ചോളില്ലേ, അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ കേടിൻ്റെ ഇതിലോട്ട് മിക്സിലോട്ട് ആഡ് ചെയ്യണം. നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ആഡ് ചെയ്യാം. ഇതിങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യുക. അതെല്ലാതും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്രിഞ്ചോളും കേടും കൂടെ മിക്സ് ആയൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, ഒരു വെറൈറ്റി സ്മെല്ല്. ഇതുവരെ സ്മെല്ല് ചെയ്യാത്തൊരു സ്മെല്ല്. അങ്ങനെ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് ഞാൻ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കണം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത്, നിങ്ങൾക്ക് ഒലിവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, ഒരു മിൻസ്ഡ് ഗാർലിക്കാണ് പറയണത്. പക്ഷേ എൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പേസ്റ്റ് ഇടാം, ജോലി ഈസി ആക്കാൻ വേണ്ടി ഞാൻ പേസ്റ്റ് ഇടുന്നു. ഗാർലിക് പേസ്റ്റ് ഇട്ട ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഇടുന്നു, നേരത്തെ അരിഞ്ഞ് വെച്ച്. ശരിക്കും ഉള്ളി കുറച്ചും കൂടി നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയണം. അതെൻ്റെ കണ്ണിരുന്നത് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നന്നായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് സോട്ട് ചെയ്യണം. 3 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യണം. ഉള്ളിൻ്റെ കളർ മാറി വരുമ്പോൾ ആഡ് ചിക്കൻ. ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം പൊടി ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. എനിക്ക് ഇടയ്ക്കൊരു കോൾ വന്നുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും കാണിക്കാൻ പറ്റാതിരുന്നത്. ആ സമയത്ത് ഞാൻ അതെല്ലാം ഇട്ട് എന്നെ തെറിക്കുന്നു. ശരിക്കും നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ എടുക്കണം. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഈസി ആയിരിക്കുമല്ലോ. പക്ഷെ ഇത് ബോൺലെസ് ഒന്നല്ല. നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ പോരെ, ബോണൊക്കെ നമുക്ക് കഴിച്ച് പറിച്ചിടാം. ഇത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പം എല്ലാം റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കേർഡ് പ്ലസ് ബ്രിഞ്ചോൾ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് താഴെ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടാം. അപ്പോൾ ഫസ്റ്റ് ഇതിടുക. ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇത് ശരിക്കും ബോൺലെസ് ചിക്കനാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാം, നമുക്ക് ഈസി ആയിട്ട് കഴിക്കാമായിരുന്നു. ഇതിപ്പോൾ ഇതിൽ ബോണുണ്ട്. യെസ്, റെഡി. ഇപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ്. ഇതാണ് ടർക്കിഷ് ഡിഷായിട്ടുള്ള ചിക്കൻ അലി നാസിക് കബാബ്, അല്ലെങ്കിൽ അലി നാസിക് ചിക്കൻ കബാബ്, അങ്ങനെയും പറയാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു സ്പൂണിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം.